മറ്റൊരു വലിയ വാർത്തയിലേക്ക് പോകണം. അത് ബ്രിട്ടനിൽ നിന്നാണ്, UK-യിൽ നിന്നാണ് പുറത്തു വരുന്നത്. പാക് ഗ്രൂമിംഗ് ഗ്യാങ് എന്ന പേരിൽ അവിടെ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. 2.5 ലക്ഷത്തോളം പെൺകുട്ടികളും സ്ത്രീകളും ഇവരുടെ പീഡനത്തിന് ഇരയായി എന്നാണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബ്രിട്ടനിൽ അടുത്ത കാലത്തായി, അതായത് വർഷങ്ങളായി തുടരുന്ന ഗ്രൂമിംഗ് ഗ്യാങ് വഴിയുള്ള വൻതോതിലുള്ള ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രമായ ഒരു സർവേ നടത്തിയത് ബ്രിട്ടീഷ് MP കൂടിയായ റൂപ്പർട്ട് ലോവാണ്. ഈ സ്വതന്ത്ര അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിലായാണ് ഏതാണ്ട് 2 ലക്ഷത്തോളം പെൺകുട്ടികൾ ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് വശീകരിക്കുന്ന സംഘങ്ങളെയാണ് ഈ ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് വിളിക്കുക. ഇതിൽ ഇരയാക്കപ്പെട്ട ഭൂരിഭാഗം പെൺകുട്ടികളും ബ്രിട്ടീഷ് വംശജരായ വെളുത്ത പെൺകുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വലിയ ഒരു ഭരണകൂട പരാജയമായി പോലും ബ്രിട്ടനിൽ ഇത് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. 2005-നും 2017-നും ഇടയിലാണ് ഇത്തരത്തിൽ ഉള്ള വിഷയങ്ങളിൽ ഏതാണ്ട് 264ഓളം ശിക്ഷാവിധികൾ ഉണ്ടായത്. ഈ ശിക്ഷാവിധികളിലെ കുറ്റവാളികളിൽ ഭൂരിഭാഗം ആളുകളും പാകിസ്ഥാൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ള അതിനിർണായക വിവരങ്ങളും ആ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ മുസ്ലിം കലാപവുമൊക്കെ ബന്ധപ്പെട്ട് ഇടപെടലുമൊക്കെ ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് UK എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നന്ദന ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു. നന്ദന, ഇതിപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ആഭ്യന്തര കലാപത്തിലും മറ്റ് പ്രശ്നങ്ങളിലുമൊക്കെ പെട്ട് അവിടുത്തെ പ്രധാനമന്ത്രി കീർ സ്റ്റാമർ രാജിവെക്കാൻ പോകുന്ന പശ്ചാത്തലം പ്രധാനമാണ്. അതിനിടയിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, ബ്രിട്ടനിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ഗ്രൂമിംഗ് ഗ്യാങ് വഴിയുള്ള ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബ്രിട്ടനിലെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 2,50,000-ഓളം പെൺകുട്ടികൾ ഇത്തരത്തിൽ പീഡനത്തിനിരയായിട്ടുണ്ട്. ഇത്തരത്തിൽ പെൺകുട്ടികളെ വശീകരിച്ച് പീഡനത്തിനിരയാക്കുന്ന സംഘങ്ങളെയാണ് ഈ ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഇരയാക്കപ്പെട്ടവരിൽ അധികവും ബ്രിട്ടീഷ് വംശജരായ പെൺകുട്ടികളാണ്. ബ്രിട്ടന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണവീഴ്ചയായിട്ടാണ് ഈ സംഭവത്തെ കണക്കാക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം കുറ്റവാളികളും ഒടുവിൽ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. 11 വയസ്സ് മാത്രം വരുന്ന പെൺകുട്ടികളെ പോലും മദ്യവും മയക്കുമരുന്നും നൽകി വലയിലാക്കിയ ശേഷം ക്രൂരമായ ബലാത്സംഗം, പീഡനം, ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയവയ്ക്ക് ഇരയാക്കുകയായിരുന്നു ഈ സംഘത്തിന്റെ രീതി. ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ പ്രതികളുടെ വംശീയ മതപശ്ചാത്തലം കാരണം നടപടിയെടുത്താൽ തങ്ങൾക്ക് നേരെ വംശീയവാദി എന്ന മുദ്ര കുത്തപ്പെടുമോ എന്ന് ഭയന്ന് അധികൃതർ ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നു എന്നതാണ്. ഇപ്പോൾ എന്തായാലും ഈ റിപ്പോർട്ടിൽ കടുത്ത നടപടികൾക്കാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന്, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വിദേശ പൗരന്മാരെ ഉടനടി നാട് കടത്തണമെന്നതാണ്. രണ്ടാമതായി, ഇരട്ട പൗരത്വമുള്ള കുറ്റവാളികളുടെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കി പുറത്താക്കണമെന്നതാണ്. നിലവിലെ റിപ്പോർട്ട് ബ്രിട്ടനിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹിക കൊടുങ്കാറ്റ് തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും കുറ്റവാളികൾക്കെതിരെയും അടിയന്തരമായി കടുത്ത നടപടി തന്നെ വേണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായി വരികയാണ്. രഞ്ജിത്ത്, നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതായത് ബ്രിട്ടനെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ഈ റിപ്പോർട്ട് ബ്രിട്ടീഷ് ജനതയ്ക്കിടയിൽ വലിയ ആശങ്കയും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.